Hello dears, we are back with another video. In this video we'll be discussing about the methods for computing the share of a member of AOP. AOPയിലുള്ള മെമ്പറുടെ ഷെയർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോ നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് സെക്ഷൻ 67A ഓഫ് ഇൻകം ടാക്സ് ആക്ട് ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. മെത്തേഡ് ഓഫ് കമ്പ്യൂട്ടിംഗ് മെമ്പേഴ്സ് ഷെയർ ഇൻ ഇൻകം ഓഫ് AOP ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. ഇത് രണ്ടും സിമിലർ ആണ്. AOP ആണെങ്കിലും ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആണെങ്കിലും എങ്ങനെയാണ് മെമ്പറുടെ ഷെയർ ഓഫ് ഇൻകം ഇൻ AOP കാണുക എന്നുള്ളതാണ്. Computation of share of its member, whether share of members of AOP or BOI are determinate or known or as under. അപ്പോൾ അറിയുമെങ്കിൽ, അറിയാത്തതിനെ പറ്റി പിന്നെ പറയുന്നില്ല, അറിയുമെങ്കിൽ ഇങ്ങനെയാണ് കാണുക എന്നുള്ളതാണ് പറയുന്നത്. Any interest, salary, bonus, commission or remuneration by whatever name called paid to any member in respect of the previous year shall be deducted from the total income of the association or body and the balance ascertained and apportioned among the members in the proportion in which they are entitled to share in the income of the association or body. എന്താ പറയുന്നത്? എന്തെങ്കിലും ഇൻകം, സാലറി, ബോണസ്, കമ്മീഷൻ, റെമ്യൂണറേഷൻ എന്ത് പേരിലായാലും ആ മെമ്പേഴ്സിന് വല്ലതും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷം വല്ലതും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഷാൽ ബി ഡിഡക്റ്റഡ് ഫ്രം ദ ടോട്ടൽ ഇൻകം ഓഫ് AOP. AOP ആണെങ്കിലും BOI ആണെങ്കിലും അവരുടെ ടോട്ടൽ ഇൻകത്തിൽ നിന്നും ആ റെമ്യൂണറേഷൻ പേ ചെയ്തത് നമ്മൾ ഡിഡക്റ്റ് ചെയ്യും. And the balance ascertained and apportioned among the members in the proportion of the in which they are entitled to share. എന്നിട്ട് ബാക്കിയുള്ള പൈസ ആണ് മെമ്പേഴ്സിനിടയിൽ ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. ഇതാണ് ഫസ്റ്റ് തിങ്. Then, where the amount apportioned to a member under clause A is a profit. ഇപ്പം നമ്മൾ ആദ്യത്തെ കേസിൽ പറഞ്ഞത് ഒരു പ്രോഫിറ്റ് ആണെങ്കിൽ any interest, salary, bonus, commission or remuneration aforesaid paid to the member by the AOP or body in respect of the previous year shall be added to that amount and the result shall be treated as members' share in the income of the association or body. അപ്പോൾ നമ്മൾ ക്ലോസ് എയിൽ പറഞ്ഞിട്ടുള്ള കാര്യം ലാഭമാണെന്ന് വിചാരിക്കാം. ലാഭമാണെങ്കിൽ പിന്നെ അപ്പോൾ അതിനകത്ത് ഇഫ് ദർ ഇസ് പ്രോഫിറ്റ്, എനി ഇൻട്രസ്റ്റ്, സാലറി, ബോണസ്, കമ്മീഷൻ, റെമ്യൂണറേഷൻ aforesaid paid to the member by the association shall be added to that amount. ആ പ്രോഫിറ്റിൻ്റെ കൂടെ അതും കൂടെ AOPൻ്റെ ഷെയർ ഇത് കൊടുക്കില്ലേ, അത് പ്രോഫിറ്റിൻ്റെ കൂടെ അതും കൂടെ ആഡ് ചെയ്തിട്ട് ആൻഡ് ദ റിസൾട്ട് ഷാൽ ബി ട്രീറ്റഡ് ആസ് മെമ്പേഴ്സ് ഷെയർ ഇൻ ദ ഇൻകം ഓഫ് AOP. അപ്പോൾ അത് ആ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഫിഗറിനെയാണ് മെമ്പേഴ്സ് ഷെയർ ഇൻ AOP ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഇനി വേർ ദ എമൗണ്ട് എപ്പോർഷൻ ടു എ മെമ്പർ അണ്ടർ ക്ലോസ് A ഇസ് എ ലോസ്, നഷ്ടമാണെന്ന് വിചാരിക്കാം. എനി ഇൻട്രസ്റ്റ്, സാലറി, ബോണസ്, കമ്മീഷൻ, റെമ്യൂണറേഷൻ aforesaid paid to the member by the association or body in respect of the previous year shall be adjusted against that amount and the result shall be treated as member's share in the income of the association or body. അപ്പം നഷ്ടമാണെന്നിരിക്കട്ടെ, അതായത് പാർട്ട്നേഴ്സിനുള്ള സാലറി എല്ലാം കുറച്ചതിന് ശേഷമുള്ള ഫിഗർ എപ്പോഷൻ ചെയ്യുകയാണ് ചെയ്യുക. അത് നഷ്ടമാണെന്നെങ്കിൽ ആ നഷ്ടം ഇവർക്ക് കിട്ടിയ ലാഭത്തിൽ നിന്നും, ഇവർക്ക് കിട്ടിയ ഇൻട്രസ്റ്റ്, സാലറി, കമ്മീഷൻ, ബോണസ്, റെമ്യൂണറേഷൻ എന്ത് പേരിലായാലും അതിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചിട്ട് ബാക്കിയുള്ളതാണ് ഇവരുടെ ഷെയർ ഓഫ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഇത്രയാണ് ഈ ഷെയർ ഓഫ് മെമ്പറിൽ പറയുന്നത്. പിന്നെ അതിനോട് അനുബന്ധമായിട്ട് പറയുന്നതാണ് ദ ഷെയർ ഓഫ് എ മെമ്പർ ഇൻ ദ ഇൻകം ഓർ ലോസ് ഓഫ് ദ അസോസിയേഷൻ ഓർ ബോഡി ആസ് കമ്പ്യൂട്ടർ അണ്ടർ സബ്സെക്ഷൻ 1 shall for the purpose of assessment be apportioned under the various heads of income in the manner in which the income or loss of the association or body has been determined under each head of income. അങ്ങനെ മെമ്പറിൻ്റെ കയ്യിൽ കിട്ടുന്ന ഷെയർ ഓഫ് ഇൻകം ഓഫ് AOP എന്ന് പറയുന്നത് എങ്ങനെയാണ് ഓരോ ഹെഡ്സിൽ എങ്ങനെയാണോ AOPൻ്റെ ഇൻകം നമ്മളെ വാരിയസ് ഹെഡ്സിലുള്ള ഇൻകം നമ്മൾ അസസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഓരോ മെമ്പറുടെ കൈവശവും ഇറ്റ് വിൽ ബി എപ്പോർഷൻഡ് അണ്ടർ വാരിയസ് ഹെഡ്സ്. പിന്നെ
any interest paid by a member on capital borrowed by him for the purpose of investment in the association or body shall, in computing his share chargeable under the head profits and gains of business or profession, in respect of his share in the income of association or body, be deducted from his share. ഈ അസോസിയേഷനിലേക്കോ ബോഡി ഓഫ് ഇൻഡിവിജ്വലിലേക്കോ മെമ്പർ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ബോറോഡ് ക്യാപിറ്റൽ ഉപയോഗിച്ചാണെങ്കിൽ ആ ബോറോഡ് ക്യാപിറ്റലിന് മെമ്പർ അടയ്ക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ കിട്ടുന്ന ഷെയറിൽ നിന്നും ലെസ് ചെയ്യാവുന്നതാണ്. ക്ലിയർ? അത്രേ പറയുന്നത്. വായിച്ച് വെറുതെ കൺഫ്യൂസ്ഡ് ആവരുത്. ഇഫ് ദ ക്യാപിറ്റൽ, ആ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നടത്തിയത് ബോറോഡ് മണി ഉപയോഗിച്ചാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് AOPന്നോ ബോഡി ഓഫ് ഇൻഡിവിജ്വലിനോ കിട്ടുന്ന ഷെയറിൽ നിന്ന് കുറയ്ക്കാം. ദെൻ അതിനുശേഷം ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80G, 80GGA, GGC, 80IA, 80IAB, IB, IC, JJA, JJAA are not admissible to members in respect of share of income from AOP or BOI if such deductions have been claimed by the AOP. എവിടെയെങ്കിലും ഒന്നേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. AOPയോ BOIയോ ഈ പറഞ്ഞിരിക്കുന്ന സെക്ഷൻസിലുള്ള സെക്ഷൻസിലുള്ള ഡിഡക്ഷൻസ് വല്ലതും ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മെമ്പർക്ക് അഡ്മിസിബിൾ അല്ല. ഓക്കെ, ബേസിക് ലോജിക് മാത്രമേ അതിനകത്തുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന്. ഇതും കൂടെ നന്നായി പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പ്രോബ്ലംസിലേക്ക് കിടക്കാം. അപ്പോഴേക്ക് ഞാൻ പറയാം, അസസ്മെൻറ്റ് ഓഫ് ഫോമിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുക. അതിന് ശേഷമാണ് AOPയിലേക്ക് കിടക്കുന്നത് നല്ലത്. ഓക്കെ, താങ്ക് യു.